ലോകമൊരു മഹാസാമ്രാജ്യത്വത്തിൻ്റെ പതനത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. സമുദ്രങ്ങളിലെ അനിഷേധ്യ രാജാവെന്ന് അവകാശപ്പെട്ടിരുന്ന അമേരിക്കൻ നാവികസേന ഇന്ന് ഭയപ്പെട്ട് പിൻവാങ്ങുകയാണ്. ശതകോടികൾ വിലമതിക്കുന്ന അത്യാധുനിക USS ജോർജ് H.W. ബുഷ് എന്ന ഭീമൻ വിമാനവാഹിനി കപ്പൽ ചെങ്കടലിലൂടെ കടന്നു പോകാൻ ധൈര്യമില്ലാതെ ആഫ്രിക്കൻ ഭൂഖണ്ഡം ചുറ്റി പതുങ്ങി ഒരു കള്ളനെ പോലെ നീങ്ങുകയാണ് എന്നാണ് ലോകമാധ്യമങ്ങൾ പരിഹസിക്കുന്നത്. ഹൂത്തികളുടെ ഡ്രോണുകളെയും മിസൈലുകളെയും ഭയന്നുള്ള ഈ നാണംകെട്ട വഴിമാറ്റം ലോകത്തിന് നൽകുന്ന സൂചന ഒന്നു മാത്രമാണ്: അമേരിക്കൻ കരുത്തിൻ്റെ സിംഹാസനം ഇളകി തുടങ്ങിയിരിക്കുന്നു എന്ന്. സഞ്ചാര സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ലോകത്തിന് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന അമേരിക്കക്ക് ഇന്ന് സ്വന്തം കപ്പലുകൾക്ക് സംരക്ഷണം നൽകാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇന്ധനവും സമയവും പാഴാക്കി ആഫ്രിക്ക ചുറ്റിപ്പോകുന്നത് ഭീരുത്വത്തിൻ്റെ പരസ്യ പ്രകടനമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ആധിപത്യം സ്ഥാപിക്കുവാനുള്ള അത്യാഗ്രഹം ഇന്ന് അമേരിക്കയെ ഒരു കെണിയിൽ എത്തിച്ചിരിക്കുന്നു എന്ന് വേണം വിലയിരുത്താൻ. ചരിത്രം ആവർത്തിക്കുകയാണ്. വിയറ്റ്നാമിൽ പിണഞ്ഞ അതേ അബദ്ധങ്ങൾ ഇന്ന് അമേരിക്കയെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയുടെ പതനം ഉറപ്പാക്കുന്ന 10 കാര്യങ്ങൾ ഇവയാണ്. 1. വിവേകശൂന്യമായ നേതൃത്വം. ഉപദേശകരെ പോലും വിശ്വാസമില്ലാത്ത ട്രംപിൻ്റെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ. 2. നേതാവിൻ്റെ അസ്ഥിരത. ദീർഘവീക്ഷണമില്ലാത്തതും വികാര വിക്ഷോഭങ്ങൾക്ക് അടിപ്പെട്ടതുമായിട്ടുള്ള ഭരണം. 3. വിയറ്റ്നാം ആവർത്തിക്കുന്നു. ശക്തി കൊണ്ട് മാത്രം എല്ലാം ജയിക്കാമെന്ന ധാരണ സാമ്പത്തിക തകർച്ചയിൽ അവസാനിക്കും. 4. റഷ്യ, ചൈന എന്നീ രാഷ്ട്രങ്ങളുടെ ഇടപെടൽ. യുദ്ധം നീളുമ്പോൾ ചൈനയും റഷ്യയും പരോക്ഷമായി അമേരിക്കയെ തളർത്താൻ രംഗത്തെത്തുന്നതും നമ്മൾ കാണുന്നു. 5. പെട്രോ ഡോളറിൻ്റെ തകർച്ചയാണ്. ഗൾഫ് രാജ്യങ്ങളെ അവഗണിച്ച് ഇസ്രയേലിന് മുൻഗണന നൽകുന്നത് ഡോളറിൻ്റെ മൂല്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്നു. 6. ആഭ്യന്തര പ്രതിഷേധം. ഉപഭോഗ സംസ്കാരത്തിൽ വളർന്ന അമേരിക്കൻ ജനത യുദ്ധം മൂലം ജീവിത സൗകര്യങ്ങൾ കുറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. 7. ഇറാന്റെ തന്ത്രപരമായ കരുത്ത്. സ്വന്തം ഭൂപ്രകൃതിയും ഹോർമസ് കടലെടുക്കുന്ന ആയുധവും ഇറാന്റെ പക്കലുണ്ട്. 8. ആഗോള വെറുപ്പ്. ഗസയിലെ വംശഹത്യയെ പിന്തുണയ്ക്കുന്ന അമേരിക്കയോട് ലോകം വിമുഖത കാട്ടുന്നു. 9. സ്വയം പര്യാപ്തത. ആയുധത്തിലും ഭക്ഷണത്തിലും സ്വയം പര്യാപ്തത നേടിയ ഇറാനെ തോൽപ്പിക്കുക അസാധ്യമാണ്. 10. കൃത്യമായ യുദ്ധതന്ത്രങ്ങൾ ഇല്ലാത്ത അമേരിക്ക. ഇത്തരത്തിൽ 10 കാര്യങ്ങൾ കൊണ്ട് അമേരിക്ക ഇപ്പോൾ ഇറാന്റെ മുൻപിൽ പതറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയിലും സംഘർഷം പുതിയൊരു തലത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അമേരിക്കയുടെ കടുത്ത ഉപരോധങ്ങൾ ലംഘിച്ചുകൊണ്ട് ആദ്യത്തെ ഇറാനിയൻ കപ്പൽ അന്താരാഷ്ട്ര സമുദ്രാതിർത്തിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞു. ഏതൊരു ഇറാനിയൻ കപ്പലിനെയും ഇല്ലാതെയാക്കുമെന്ന ട്രംപിൻ്റെ ഭീഷണിയെ ഇറാൻ പുല്ലുവില കൽപ്പിച്ചുകൊണ്ട് വെല്ലുവിളിക്കുന്നതാണ് നമ്മൾ കണ്ടത്. ഇതിനിടയിലേക്കാണ് റഷ്യൻ യുദ്ധക്കപ്പലുകൾ എണ്ണക്കപ്പലുകൾക്ക് അകമ്പടിയായി എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചൈന വളരെ കൃത്യമായ ഇടപെടലും നടത്തിയിരിക്കുന്നു. ഇറാനുമായി ഞങ്ങൾ മികച്ച സൗഹൃദ ബന്ധത്തിലാണ്. ഞങ്ങളുടെ കപ്പലുകൾ യാതൊരു പേടിയുമില്ലാതെ ഹോർമുസ് കടക്കും. ഹോർമുസ് ഇറാന്റെ നിയന്ത്രണത്തിലുള്ളതാണ്. ഇറാനോ ഒരു പരമാധികാര രാഷ്ട്രമാണ് എന്നാണ് ചൈനയുടെ പ്രതിരോധ മന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ചൈനീസ് പ്രതിരോധ മന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ 2-3 അർത്ഥങ്ങളുണ്ട്. ഇവിടെ ഏതെങ്കിലും തരത്തിൽ അമേരിക്ക പ്രശ്നമുണ്ടാക്കിയാൽ അത് ചൈനയുടെ കൂടി പ്രശ്നമായി ചൈന കാണും എന്ന സുപ്രധാനമായ മുന്നറിയിപ്പ്. ഒപ്പം പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഇടപെടലുകൾക്കുള്ള അന്ത്യം കൂടി കുറിക്കുവാൻ സമയമായിട്ടുണ്ട് എന്ന വ്യക്തമായ സൂചനയും. റഷ്യൻ ഡെസ്ട്രോയർ സെവെറോമോർസ്ക് ഹോർമുസിൽ നിലയുറപ്പിച്ചതോടെ ഇതൊരു ആഗോള യുദ്ധം കൂടിയായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ അപ്ഡേഷൻ. ഹോർമുസ് കടലിടുക്കിൽ ഉണ്ടാകുന്ന ഒരൊറ്റ സ്ഫോടനം ലോകത്തെ തന്നെ ഇരുട്ടിലാക്കും. ആഗോള ഇന്ധനവില കുതിച്ചുയരും. ലോക സമ്പദ് വ്യവസ്ഥ തകരുകയും ചെയ്യും. സ്വന്തമായി ആഹാരവും ആയുധവും ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുമായി യുദ്ധത്തിന് മുതിരുന്നത് ആത്മഹത്യാപരമാണെന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അമേരിക്കയുടെ പതനം വരാനിരിക്കുകയല്ല, അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. സാമ്രാജ്യത്വത്തിൻ്റെ ഈ അന്ത്യം വരും തലമുറകൾക്ക് ഒരു വലിയ പാഠം തന്നെയായിരിക്കും.